ഹലോ, ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ചിലപ്പോൾ ചില ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട്. ജമന്തിയുടെ ഒരു വെറൈറ്റി കളക്ഷൻസാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തേത് കാണുന്നത്. കാരണം ഇത്രയും വലിപ്പത്തോടു കൂടിയുള്ളൊരു ജമന്തി ചെടി സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നാടൻ ജമന്തിയും അതുപോലെ തന്നെ നഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങാറുണ്ട്. വളരെ ചെറുതല്ലേ, വളരെ ചെറിയ ജമന്തി പൂക്കൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ചാൽ കണ്ടോ, നല്ല വലിപ്പം ഉണ്ടാവും. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഡാലിക പൂ പോലെയാണോ എന്നൊരു സംശയമുണ്ട്. അത്രത്തോളം വലിപ്പമുള്ളൊരു വെറൈറ്റി ഇനത്തിൽപ്പെട്ടതാണ്. ഇത് ഏത് കാറ്റഗറിയിൽ പെട്ടതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പേരുണ്ടാവുമായിരിക്കും, എനിക്കത് ശരിക്കും അറിയില്ല കേട്ടോ. ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ജമന്തിയുടെ കണ്ടോ എന്ത് രസമാണെന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ തൈകൾ. എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 40-40ലധികം കളേഴ്സ് ഉണ്ട്. പക്ഷേ കളർ സെലക്ഷൻ ഇല്ല. കണ്ടോ, ഇതുപോലെ എല്ലാം ഒരുമിച്ച് കട്ടിങ്സൊക്കെ എടുത്തിട്ട് ജിഫിയിൽ പിടിപ്പിച്ച തൈകളാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തണ്ട് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതേത് കളറാണെന്ന്. ഇപ്പം മഞ്ഞയുടെ ആയാലും വെള്ളയുടെ ആയാലും അതുപോലെ തന്നെ റെഡ്, പിങ്ക്, വയലറ്റ്, ഗ്രീൻ, നല്ലൊരു പച്ച കളറുള്ള ജമന്തി ഒക്കെ ഉണ്ട് ഇതിൽ. പക്ഷെ ഇതേത് കളറാണെന്ന് നമുക്ക് ഇതിൻ്റെ തണ്ട് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. ഓരോ സമയത്തും ഓരോ കട്ടിങ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പിടിപ്പിച്ചതാണ്. ഇത് കണ്ടോ, ജിഫിൽ ഇങ്ങനെ പിടിപ്പിച്ചത്. ഇതിൽ ചെറുതായിട്ട് വേരൊക്കെ പുറത്തേക്ക് ചാടാൻ തുടങ്ങി. നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമായിരിക്കും, വേര് പുറത്തേക്ക് ചെറുതായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ പല ആൾക്കാർക്കും എന്നോട് ഇപ്പോൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, ഇതുപോലെ ജമന്തി വാങ്ങിയിട്ടാകുമ്പോൾ പിടിച്ച് കിട്ടുന്നില്ല, ഇത് നാടൻ ടൈപ്പാണോ അല്ലെങ്കിൽ ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടതാണോ. ഒരുപാട് ഓൺലൈനായിട്ട് ഇതുപോലെ വാങ്ങിയിട്ടുണ്ട് ജമന്തി എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ലേ, നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് കാണുന്ന, അല്ലെങ്കിൽ ഞാൻ കുറ്റം പറയുന്നതല്ല, എന്താ പറയുക, നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ജമന്തിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വളരെ ചെറുതിൽ തന്നെ നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും വളങ്ങളോ അല്ലെങ്കിൽ ഹോർമോണൊക്കെ തളിച്ചിട്ട് പെട്ടെന്ന്, ഇപ്പം നമ്മളിവിടെ എന്താ പറയുക, അടുത്തുള്ള നഴ്സറിയിലൊക്കെ പോയി കാണുമ്പോൾ ചെറുതിലേ നിറച്ചും പൂക്കളായിട്ട് നമ്മൾ കാണുമ്പോൾ കൊതി തോന്നും. അന്നത്തെ ജമന്തി നല്ല പ്ലാസ്റ്റിക് പൂ പോലെ ഉണ്ടാവും, നിറച്ചിങ്ങനെ പൂത്ത്. പക്ഷെ അത് വാങ്ങി നമ്മളെ വീട്ടിലെത്തിയിട്ടാകുമ്പോൾ നമ്മൾ വേറൊരു പോട്ടിലേക്കൊക്കെ മാറ്റി കൊടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി അതിൽ പുതിയ തൈകൾ ഉണ്ടാവുന്നുമില്ല. അതിൽ നിന്ന് കട്ടിങ്സ് എടുത്താൽ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ അത് മനസ്സിന് ഭയങ്കര ഒരു വിഷമമാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരു നാടൻ ഇനത്തിൽപ്പെട്ടതാണ്. നമുക്ക് കാണുമ്പോൾ വലിപ്പം കൂടിയ പൂക്കളാണ്, ഇതെന്തോ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതെന്ന് ഒരിക്കലും തോന്നിപ്പോകരുത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ ഇത് വീട്ടിൽ പിടിപ്പിച്ച തൈകളാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. എല്ലാം ഞാൻ ഇതുപോലെ ജിഫിയിൽ കുത്തി വെച്ചിട്ട് മുളപ്പിച്ചെടുത്ത ചെടികളാണ്. കോമൺ ആയി നമുക്കും നമ്മൾ കേരളത്തിൽ ഇതുപോലത്തത് ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനൽ കാണുന്ന ആളാണ് ഞാൻ. പക്ഷെ അതിലൊന്നും ഞാൻ ഇതുപോലത്തെ ജമന്തി കണ്ടിട്ടില്ല. അതല്ലാതെ ഒരുപാട് പെറ്റൽ കുറഞ്ഞ ജമന്തികളൊക്കെ കണ്ടിട്ടുണ്ട്. നാടൻ ഇനത്തിലും പെട്ടതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം വലിപ്പമുള്ള ജമന്തികൾ എനിക്ക് തോന്നുന്നത് വേറെ എവിടെയല്ല, നമ്മൾ കേരളത്തിലൊന്നും ഞാൻ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും ഇവിടെ നിങ്ങൾ കണ്ടോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പറയണം. അതിൻ്റെ പേര് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പേര് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ചെടികൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം. ഇത് കണ്ടോ, ഈ ടൈപ്പ് സാധനം, ഇത് ജമന്തി അല്ല. ഇതെന്ന് വെച്ചാൽ കൊതുകില്ലേ, കൊതുക് നമ്മളെ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ പേരോ ഡീറ്റെയിൽസോ നാളോ ഒന്നും എനിക്കറിയില്ല. ഇതെനിക്ക് ബ്രദർ കൊണ്ടുതന്നു. ഞാൻ ജസ്റ്റ് ജിഫിയിലൊന്ന് കുത്തിവെച്ചു. അപ്പോൾ ഇന്ന് എടുത്ത് നോക്കുന്ന സമയത്തുണ്ട് വേരുകൾ പയ്യെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇലയൊന്നും വന്നിട്ട്, ഓൾറെഡി ഇതിൽ ഇല ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കട്ടിയുള്ള ഇലയാണ് ഉണ്ടായത്. പക്ഷെ അതെന്തോ 2-3 ദിവസം കഴിയുമ്പോൾ ഇലകളൊക്കെ ഒന്ന് പൊഴിഞ്ഞു പോയി. അപ്പോൾ വേര് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ പൊട്ടി മുളക്കുമായിരിക്കും ഇലകൾ. ഞാനിങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഇതിൻ്റെ ഇലയുടെ സ്മെല്ല് എന്ന് വെച്ചാൽ നല്ലൊരു തുളസിയുടെയും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു മണമാണ്. ചിലപ്പോൾ അതിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കൊതുകൊന്നും വരത്തില്ല എന്ന് പറയുന്നത്. എനിക്ക് ശരിക്കും ഇതിനെക്കുറിച്ചിട്ട് അറിയില്ല. ഫസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജമന്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ജമന്തി ഒരു തൈ എൻ്റെ അടുത്ത് ഞാൻ നടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ വൈറ്റ് സാധനം. ഇത് വെച്ചാൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. മുട്ടത്തോട് പൊടിച്ചത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനത് ഇതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ടത്തോട് കുറച്ച് ചകിരിച്ചോറും ഉണ്ടായിരുന്നു. എല്ലാം തീർന്നു പോയി കേട്ടോ. മുട്ടത്തോടും ചകിരിച്ചോറും എല്ലാം തീർന്നു പോയി. ഞാനിത് ഓൾറെഡി ചാണകപ്പൊടി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ലതായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും നടുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ചാണകപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. ജമന്തി നന്നായിട്ട് തഴച്ച് വളരും.
ഇത് പഴയൊരു പോട്ടിലാണ് ഞാൻ നടുന്നത്. അപ്പോൾ നിങ്ങൾ പോട്ടിൽ അത്യാവശ്യം നന്നായിട്ട് ഹോളൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ നിങ്ങളുടെ നാട്ടിൽ ഏതാ പോട്ടി മിക്സ്. ഇപ്പം എൻ്റെ അടുത്ത് പിന്നെ മണൽ നമുക്ക് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. നല്ല മണ്ണുണ്ടാവും, ചുവന്ന മണ്ണുണ്ടാവും, അതുപോലെ തന്നെ കറുത്ത മണ്ണൊക്കെ നമ്മുടെ ഭാഗത്ത് ഇഷ്ടംപോലെ ഉള്ളതാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഏതാ പോട്ടി മിക്സ് എന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം. നല്ല കട്ടിയുള്ള മണ്ണാണെങ്കിൽ, നിങ്ങളുടെ പ്രദേശത്ത് കട്ടിയുള്ള മണ്ണാണെങ്കിൽ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി ആ കട്ടി ഒന്ന് കുറക്കണം. അപ്പോൾ കുറച്ചും കൂടി വേരോട്ടം വളരെ എളുപ്പത്തിൽ പോവുകയും ചെയ്യും. ചെടികൾ നല്ല ഹെൽത്തി ആവും. അത്യാവശ്യം നന്നായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ലത്. എനിക്ക് ചാണകപ്പൊടി കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. ചെടി കുറച്ചൊന്ന് പിന്നെ എന്താ പറയുക വലുതായിട്ടാകുമ്പോൾ കുറച്ച് ചാണകപ്പൊടി വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ജിഫിയിലുള്ള ഒരു കുഞ്ഞു ചെടി. ഇതുപോലത്തെ ചെടികളാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇതിപ്പോൾ വേര് പുറത്തേക്ക് വരാൻ തുടങ്ങിയതുകൊണ്ട് പെട്ടെന്ന് മണ്ണിൽ വെച്ചാൽ പെട്ടെന്ന് വേര് പുറത്തേക്ക് വന്നിട്ട് നല്ല ഹെൽത്തി ആവും. ഇപ്പം ഞാൻ ഇതിലൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു റബ്ബർ ബാൻഡ്, ആ ജിഫി കുറച്ചൊരു ലൂസ് പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ കട്ടിങ്സ് വെച്ചിട്ടാകുമ്പോൾ ഒരു ടൈറ്റ് കിട്ടുന്നില്ല. അത് ഒരു ചെടി അതിൽ നിന്ന് പറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊരു ടൈറ്റിന് വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതാണ്. നിങ്ങൾ നടുന്ന സമയത്ത് ആ റബ്ബർ ബാൻഡ് പൊട്ടിച്ച് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നിങ്ങൾ നടാട്ടോ. കാരണം പിന്നെ റബ്ബർ ബാൻഡ് ഭയങ്കര ടൈറ്റിലുണ്ടായാൽ വേര് കുറച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരിക്കലും ഈ ജിഫി നിങ്ങൾ ഒരിക്കലും പൊട്ടിച്ച് കളയരുത്. പല യൂട്യൂബിലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇതുപോലെ ജിഫിയോട് കൂടി ഒരിക്കലും നടരുത്, ജിഫി പൊട്ടിച്ചിട്ട് വേണം നടാനൊക്കെ. ഒരിക്കലും നിങ്ങൾ ജിഫി പൊട്ടിച്ച് കളയാൻ പാടില്ല. പൊട്ടിച്ച് കളഞ്ഞാൽ ഓൾറെഡി കുറേ അതിൻ്റെ വേരുകൾ പൊട്ടിപ്പോകും. അത്രയും കോൺഫിഡൻസ് ഉള്ളവർ മാത്രം ജിഫി പൊട്ടിച്ച് കളഞ്ഞാൽ മതി. കാരണം വേരൊന്നും പൊട്ടാതെ വളരെ കെയർ ആയിട്ട് നടാൻ പറ്റും എന്നൊക്കെ. പക്ഷെ ഞാനിവിടെ ഒരു ചെടി, ഇപ്പോൾ പിറ്റോണി ആയാലും പിന്നെ അതുപോലെ തന്നെ ജമന്തി ആയാലും സ്റ്റാർസീനി ആയാലും ഏതൊരു ചെടിയായാലും ജിഫിയിൽ പിടിപ്പിച്ച ഏതൊരു ചെടിയായാലും ഞാൻ ഒരിക്കലും ജിഫി പൊട്ടിച്ച് കളയില്ല. ജിഫിയോട് കൂടി തന്നെ ഇങ്ങനെ വെക്കും. എൻ്റെ ചെടിക്ക് ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടാട്ടോ. ഇതുപോലെ നട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാം പിടിച്ച് കിട്ടുന്നുണ്ട്. സിമ്പിളാണ്. ഇതുപോലൊരു കുഴിയാക്കിയിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ ചെടി പെട്ടെന്ന് ചിലപ്പോൾ ജിഫി പൊട്ടിച്ച് കളഞ്ഞാൽ അതിൻ്റെ വേര് പൊട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കുഴിച്ച് വെച്ചാൽ ആ വേര് പൊട്ടിയതിൻ്റെ ക്ഷീണം ചെടിക്ക് നന്നായിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ചെടി വാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ജിഫി ഒന്നും പൊട്ടിക്കാത്തതുകൊണ്ട് മൂപ്പർക്ക് ഒരു പ്രശ്നമില്ല. നല്ല കൂളായിട്ട് ഇങ്ങനെ ഉണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ നനച്ചിട്ട് ചെയ്തു കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടും. അപ്പം ജമന്തിയുടെ പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് 80 രൂപയാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ 80 രൂപ പ്ലസ് കൊറിയർ ചാർജും കൂടി വരും കേട്ടോ. അതുപോലെ തന്നെ DTDC വഴിയാണ് എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് പ്ലാന്റ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന സ്ക്രീനിലത്തെ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ എല്ലാവർക്കും ചെടി അയച്ചു തരും കേട്ടോ. ഓക്കെ, താങ്ക്